അർജൻറ്റീനയ്ക്ക് പേടിയാണത്ര സ്പെയിനുമായിട്ട് മുട്ടാൻ. സ്പാനിഷ് മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന നറേറ്റീവാണ്. ഫൈനൽസിമ മത്സരം ഖത്തറിലായിരുന്നല്ലോ ഷെഡ്യൂൾ ചെയ്തിരുന്നത് മാർച്ച് 27-ന്. അവിടെ കളി നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന തരത്തിലുള്ള സംഗതികൾ ഉണ്ടായപ്പോൾ മത്സരം ഇവിടെ നടത്താം, സാന്റിയാഗോ ബെർണാബ്യൂവിൽ നടത്താം, റെഡിയാണ്, ഞങ്ങൾ റയൽ മാഡ്രിഡിനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്, യുവേഫയും ഓക്കെയാണ്, നിങ്ങൾ റെഡിയല്ലേ? ചോദ്യം RFEFൻ്റെ ഭാഗത്ത് നിന്ന് AFAയോടാണ്. AFA പറഞ്ഞു അത് പറ്റില്ല, കാരണം ന്യൂട്രൽ വെന്യൂവിലാണ് നടത്തേണ്ടത്, അല്ലാതെ സ്പെയിനിൽ പോയിട്ട് ഇത് കളിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. അങ്ങനെയെങ്കിൽ അർജൻറ്റീനയിൽ കളി നടക്കട്ടെ എന്ന് AFA നിലപാടെടുത്തു. കോൺമെബോൾ അതിനൊപ്പം നിന്നു. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ സ്പാനിഷ് മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. അർജൻറ്റീനയ്ക്ക് താല്പര്യമില്ല സ്പെയിനോട് മുട്ടാൻ. ഒന്നാമത് ഖത്തറിലുള്ള കളി മാറുന്നു, അപ്പോൾ അവിടെ നിന്നുള്ള പണം കിട്ടുന്നത് ഇല്ലാതെയാവുന്നു. പിന്നെ സ്പോർട്ടിംഗ് ആയിട്ടുള്ള കാരണങ്ങൾ കൂടിയുണ്ട്. ഇത് തോറ്റാൽ, വേൾഡ് കപ്പിന് മുമ്പ് സ്പെയിനോട് ഇങ്ങനെ തോറ്റാൽ അത് വലിയ രൂപത്തിൽ ടീമിൻ്റെ കോൺഫിഡൻസ് നഷ്ടപ്പെടുത്തുമെന്ന് അർജൻറ്റീനക്കാർ കരുതുന്നുണ്ട് അത്രേ. ഇത് സ്പാനിഷ് മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന നറേറ്റീവാണ്. പിന്നെ അവർ പറയുകയാണ്, RFEFൻ്റെ ഭാഗത്ത് നിന്ന് സ്പോക്സ് പേഴ്സൺ പറയുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്, ബെർണാബ്യൂവിൽ കളിച്ചാൽ എന്താ കുഴപ്പം, ഞങ്ങളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്, ഇനി വേണമെങ്കിൽ ഇതൊരു ന്യൂട്രൽ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാൻ വേണ്ടി ടിക്കറ്റ് ആ രൂപത്തിൽ കൊടുക്കാം, പകുതി അർജൻറ്റീനക്കാർ വരട്ടെ, പകുതി സ്പെയിനുകാർ വരട്ടെ. ഇതൊക്കെയാണ് ഇപ്പോൾ പടച്ചു വിടുന്നത്. ഏതായാലും സംഗതി ശരിയാണ്. ഇപ്പോൾ ഫിഫ റാങ്കിൽ 1-ാം സ്ഥാനത്താണ് സ്പെയിനുള്ളത്. പക്ഷേ സ്പെയിനിനെ അർജൻറ്റീനയ്ക്ക് പേടിയാന്നൊക്കെ പറഞ്ഞാൽ അത് ഇത്തിരി കൂടുതലല്ലേ. എന്തായാലും ഫൈനലിസ്മയുടെ കാര്യത്തിൽ ഒരു ഫൈനൽ തീരുമാനം ഇപ്പോഴും വന്നിട്ടില്ല. ഇന്നത്തെ ദിവസത്തോടുകൂടി കാര്യങ്ങളിലൊരു ഫൈനൽ തീരുമാനം വരും എന്ന പ്രതീക്ഷയാണ് ഫുട്ബോൾ ലോകത്തിനുള്ളത്. ഇന്നലെ കോൺമെബോളിൻ്റെ പ്രസിഡൻറ്റ് AFAയുടെ പ്രസിഡൻറ്റിനെ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അതിലൊരു സമവായം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എവിടെ വേദിയാണെങ്കിലും കളിയൊന്ന് നടന്നു കിട്ടിയാൽ മതി എന്ന ആഗ്രഹത്തിലാണ് ആരാധകർ ഇരിക്കുന്നത്.